ദുബായിൽ മലയാളി യുവതി കൊല്ലപ്പെട്ട സംഭവത്തിൽ ആൺ സുഹൃത്ത് അറസ്റ്റിൽ. അബുദാബിയിലെ ആശുപത്രി ജീവനക്കാരനായ തിരുവനന്തപുരം സ്വദേശിയാണ് പിടിയിലായത്. കഴിഞ്ഞ ദിവസമാണ് വിതുര ബോണക്കാട് സ്വദേശി ആനിമോൾ കുത്തേറ്റ് മരിച്ചത്. നമസ്കാരം. അബുദാബിയിൽ കാമുകൻ കാമുകിയെ കൊലപ്പെടുത്തിയിരിക്കുകയാണ്. ഇത് ഇപ്പം നടക്കുന്ന കൊലപാതകങ്ങൾ കുറച്ചു കാലമായിട്ട് കാമുകനെ കൊല്ലുന്നു, ഭർത്താവ് ഭാര്യയെ കൊലപ്പെടുത്തുന്നു, മക്കള് മാതാപിതാക്കളെ കൊലപ്പെടുത്തുന്നു. അങ്ങനെ ഉള്ള കുറേ തല തെറിച്ചു പോകുന്ന സൈസുള്ള വാർത്തകളാണ് നമ്മുടെ കേരളത്തിൽ നടക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ വാർത്തകളെല്ലാം കേട്ട് നമ്മുടെ ചെവി തഴമ്പിച്ചിരിക്കുകയാണ്. അങ്ങനെ ഒരു വാർത്തയാണ് ഈ കഴിഞ്ഞ ദിവസം അബുദാബിയിൽ വെച്ച് നടന്നിരിക്കുന്നത്. അനിമോൾ എന്ന് പറയുന്ന പെൺകുട്ടിയെ അബിൻലാൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരന്, 28 വയസ്സുള്ള ചെറുപ്പക്കാരന് കൊലപ്പെടുത്തിയിരിക്കുകയാണ്. ഇവർ തമ്മിൽ സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെടുന്നു. ഇപ്പം നിത്യ സംഭവമാണല്ലോ ഈ സോഷ്യൽ വഴിയെ ഉള്ള ഈ അടുപ്പങ്ങൾ. കാരണം ഇപ്പം ഒരു ഭയങ്കര ട്രെൻഡായിട്ട് മാറിയിരിക്കുകയാണ്. ഭർത്താവുള്ള സ്ത്രീയെ കാമുകന്മാരെ വിളിച്ചു വരുത്തുന്നു. അതുപോലെ തന്നെ ചെറുപ്പക്കാര് ഇൻസ്റ്റാഗ്രാം വഴി, ഫേസ്ബുക്ക് വഴി ഒക്കെ പരിചയപ്പെട്ട് പ്രണയത്തിലാവുകയോ ഒളിച്ചോടുകയോ ഒക്കെ ചെയ്യുന്നത് ഒരു ഭയങ്കര ട്രെൻഡ് ന്യൂസായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇത് ഒരു കേട്ട് മരവിച്ചിരിക്കുന്ന വാർത്തകളാണ്. അങ്ങനെയുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ ഈ നടന്നിരിക്കുന്നത്. ഈ പയ്യന് ഇൻസ്റ്റാഗ്രാമിൽ പരിചയപ്പെടുന്നു. ഈ പെൺകുട്ടിയെ, അനിമോൾ എന്ന് പറയുന്ന ഈ പെൺകുട്ടിയെ ഇൻസ്റ്റാഗ്രാമിൻ്റെ അകത്ത് റീലൊക്കെ ചെയ്യുന്ന ഒരു സുന്ദരിയായ ഒരു പെൺകുട്ടിയാണ്. അപ്പോൾ ആ പെൺകുട്ടിക്ക് നിരവധി ബോയ് ഫ്രണ്ട്സ് ഉണ്ട്. അതിലൊരാളാണ് ഈ അബിൻലാൽ. അപ്പോൾ അങ്ങനെ ഇവർ തമ്മിൽ അടുപ്പത്തിലാവുകയും ഇവർ തമ്മിൽ ഭയങ്കര സ്നേഹമായി. പിന്നീട് ഈ അബിൻലാൽ ഈ പെൺകുട്ടീനെ താന് എല്ലാ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് പെൺകുട്ടിയെ അബുദാബിയല്ല ദുബായിലേക്ക് ജോലിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഈ പെൺകുട്ടിക്ക് വേണ്ടുന്ന സഹായങ്ങളെല്ലാം ചെയ്തു കൊടുത്ത് ജോലി സെറ്റപ്പാക്കി കൊടുത്ത് ഈ പെൺകുട്ടീനെ ദുബായിൽ ഒരു ജോലിയൊക്കെ ആക്കി കൊടുത്ത് ഒരു 1.5 വർഷം മുമ്പ് ദുബായിൽ സെറ്റിലാക്കി. അങ്ങനെ ഇവർ തമ്മിൽ ഒന്നും കൂടെ അടുപ്പമായി. ഇവനിടയ്ക്ക് അബുദാബിയിൽ നിന്ന് ദുബായിലേക്ക് പോകും. അങ്ങനെ ഇവർ തമ്മിൽ കണ്ടുമുട്ടുന്നു. ഒരു ലിവിങ് ടുഗദർ എന്ന രീതിയിലുള്ള ജീവിതമൊക്കെ നയിച്ചു കൊണ്ടുവന്നിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് ഈ പെൺകുട്ടിക്ക് വീട്ടുകാർ ഒരു കല്യാണം ആലോചനയൊക്കെ ആയിട്ട് വന്നത്. പക്ഷേ ഈ മാതാപിതാക്കൾ കാണിച്ചേക്കുന്ന ഒരു മഹാവിഡ്ഢിത്തരം എന്ന് തന്നെയാണ് പറയുന്നത്. കാരണം ഇവർക്ക് അറിയാമായിരിക്കുമല്ലോ ഈ പെൺകുട്ടിയും അബിൻലാലുമായിട്ട് ഇഷ്ടം ആണെന്നുള്ളത്. കാരണം ഇവർക്കറിയാനുള്ള പല സാഹചര്യങ്ങളുണ്ട്. കാരണം തൻ്റെ മകളെ ജോലിക്ക് ഈ ചെറുപ്പക്കാരനാണ് കൊണ്ടുപോയിരിക്കുന്നത്. ആരായാലും മാതാപിതാക്കൾ ചോദിക്കും, ഇതെങ്ങനെയാണ് ഈ പൈസയൊക്കെ ഉണ്ടായത്, പോകാനുള്ള കാര്യങ്ങൾ ഒക്കെ ശരിയായത് എങ്ങനെയാണ്, ആരാണ് ജോലി വാങ്ങിച്ചു തന്നത്, അന്നേരമൊക്കെ ഒരു ഉത്തരം പറയേണ്ടി വരും. അങ്ങനെ എന്തായാലും മാതാപിതാക്കൾ അറിഞ്ഞു കാണും. അങ്ങനെ അവരുടെ അറിവോടുകൂടി തന്നെയാണ് ഈ പെൺകുട്ടി ദുബായിൽ ജോലിക്ക് പോയേക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഈ മാതാപിതാക്കൾക്ക് വേറൊരു വിവാഹം ആലോചിക്കേണ്ട ഒരു കാര്യവുമില്ല. കാരണം അത്രയും സഹായങ്ങൾ ഈ പയ്യൻ ചെയ്തു കൊടുത്താണ് മകളെ ഇത്രയും നല്ലൊരു ജോലിയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത്. അപ്പം മാതാപിതാക്കൾ ചിലപ്പം ഒന്നും കൂടെ സാമ്പത്തിക ശേഷിയുള്ള ഒരു പയ്യനെ ആയിരിക്കാം കണ്ടുപിടിച്ചേക്കുന്നത്. അങ്ങനെയാണല്ലോ ഇപ്പം. സാമ്പത്തികമാണ് എല്ലാത്തിൻ്റെ ഒരു മെയിൻ ഘടകം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തൻ്റെ മക്കളെ, തൻ്റെ കുടുംബത്തിനെ സഹായിച്ച ആളെയൊക്കെ ചിലപ്പം പുറമ്പോക്കാക്കി തള്ളുകയും പുതിയ ബന്ധങ്ങൾ പിന്നീട് പണം കൂടുതൽ കിട്ടുന്ന ഇതിലേക്ക് അവർ കടക്കുകയും ചെയ്യും. അങ്ങനെ മാതാപിതാക്കൾ കാണിച്ചേക്കുന്ന വിഡ്ഢിത്തരം കൊണ്ട് സ്വന്തം മകളെ ഇല്ലാതാകേണ്ടി വന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ വേറെ ഒരു ആലോചന വന്നു. മാതാപിതാക്കളുടെ ഈ സമ്മതത്തോടു കൂടി, അവരുടെ ഒരു പ്രേരണയോടുകൂടിയ ഈ പെൺകുട്ടിക്ക് ആ വിവാഹത്തിന് സമ്മതിക്കേണ്ടി വന്നപ്പോൾ ഈ പയ്യൻ ഇതറിയുകയും ഇവർ തമ്മിൽ വാക്കുതർക്കമാവുകയും ചെയ്തു. അങ്ങനെ വാക്കുതർക്കം വന്ന് ഇവന് ഈ പെൺകുട്ടി താമസിക്കുന്ന റൂമിൽ ചെല്ലുകയും കുത്തുകയും അങ്ങനെ മരണത്തിലേക്ക് പോവുകയും ചെയ്തു. പിന്നീട് അവൻ പുറത്തിറങ്ങിയപ്പോഴത്തേക്കിന് വിമാനത്താവളത്തിൽ വെച്ച് രക്ഷപ്പെടാനൊരുങ്ങിയപ്പോൾ പോലീസ് പിടിയിലാവുകയും അറസ്റ്റിലാവുകയും ചെയ്തു. അപ്പം 2 പേരുടെയും ജീവിതം പോയി. ആ പെൺകുട്ടിയുടെ മാതാപിതാക്കൾക്ക് സ്വന്തം മകളെ നഷ്ടപ്പെട്ടു. ഈ പയ്യന് ജീവിതകാലം മുഴുവനും ജയിലിൽ കിടക്കേണ്ട അവസ്ഥയും വന്നു. കാരണം അവനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നതല്ല, പറയുന്നതിൽ അവന് സപ്പോർട്ട് ചെയ്യുന്നതല്ല. ആർക്കാണെങ്കിലും ഇത്രയും കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് ഒരു ജോലിയിലൊക്കെ ആക്കി ഇത്രയും ആൾ സ്നേഹിച്ച് കഴിയുമ്പം വേറൊരാളെ വിവാഹം കഴിക്കുക എന്ന് പറയുമ്പോൾ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും എന്തായാലും ദേഷ്യം വരും.
കുറച്ച് നാൾ പയ്യെ പയ്യെ പറഞ്ഞ് മനസ്സിലാക്കി ഒരു അകലിച്ചയൊക്കെ ഉണ്ടാക്കി മാറുവാണെങ്കിൽ അത്രയും വരികയില്ല. പക്ഷെ ഇത് ഒറ്റയടിക്ക് വേറൊരു വിവാഹത്തിന് സമ്മതിച്ചു, ഇനി നമ്മൾ തമ്മിൽ ബന്ധം വേണ്ട, ഈ റിലേഷൻഷിപ്പ് നമുക്കിവിടെ വെച്ച് നിർത്താം എന്ന് പറയുമ്പം അത് ആർക്കാണേലും ഉൾക്കൊള്ളാൻ പറ്റുകയില്ല. ചിലപ്പം ഡിപ്രഷനിലേക്ക് പോകും. ചിലരിങ്ങനെയുള്ള പിന്നെ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കൊലപാതകത്തിലേക്ക് പോകും. അപ്പം മാതാപിതാക്കൾ ഇത് ഓർക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, അവർ തൻ്റെ മകളുടെ ഭാവിയെക്കുറിച്ച് ഓർക്കണമായിരുന്നു. അപ്പോൾ ആ പയ്യൻ്റെ സ്വഭാവം എങ്ങനെയാണെന്ന് അറിയത്തില്ല അബിൻലാലിൻ്റെ. അവൻ ചിലപ്പം ദേഷ്യപ്പെടുവോ, മകൾക്ക് തനിക്കും വീട്ടുകാർക്കും ഒക്കെ ഇടയിൽ ഇപ്പം കുറേ നാളായിട്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ കാണുന്നുണ്ട്. കൊലപാതകമോ അങ്ങനെയെങ്കിലൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുവോ, അവന് അത്രയും ദേഷ്യം വരുന്ന സമയമാണ്, എന്താ ചെയ്യുന്നത്, തൻ്റെ മകൾക്ക് ജീവന് അത് ഭീഷണിയാവുമോ ഒന്നൊന്നും ചിന്തിക്കാതെ പെട്ടെന്നൊരു വിവാഹത്തിലേക്ക് എടുത്തു ചാടി ചെയ്തതാണ് ഇതിലെ ഏറ്റവും വലിയൊരു മാതാപിതാക്കൾ കാണിച്ച മണ്ടത്തരം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അവൻ അത്രയും ദേഷ്യം വന്ന് ഈ പെൺകുട്ടീനെ, അത്രയും നാൾ സ്നേഹം ഉണ്ടായിട്ട് 1.5 വർഷമൊക്കെ അവർ തമ്മിൽ നല്ല സ്നേഹമായിരുന്നു, ഒന്നിച്ച് ലിവിങ് ടുഗദർ ആയിരുന്നു, അങ്ങനെയായിരുന്നു ജീവിച്ചിരുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും ആ പയ്യന് കലിയേറിയിട്ട് കാണിച്ചു വെച്ച കാട്ടിക്കൂട്ടലുകളാണ്. രണ്ടുപേരുടെയും ജീവിതം പോയി. ഇവനും മരണകാലം വരെ ജയിലിൽ കിടക്കേണ്ടിയും വരും, ആ പെൺകുട്ടിയുടെ ജീവനും പോയി. ഇപ്പം നമ്മുടെ കേരളത്തിൽ നടക്കുന്ന നിത്യ സംഭവങ്ങളാണ് ഇതൊക്കെ. മക്കൾക്ക് പിന്നെ വേറെ ബന്ധങ്ങൾ വരും, പക്ഷെ മാതാപിതാക്കൾക്ക് അത് ചിലപ്പോൾ അറിയുകയും ചെയ്യാം. അന്നേരം അവരെ സഹായിക്കുന്നവരാണെങ്കിൽ അപ്പോൾ സപ്പോർട്ട് ചെയ്യും. പക്ഷെ അതിലും വലിയൊരു ബന്ധം വരുമ്പോഴത്തേക്കിന് മാതാപിതാക്കൾ ആ പഴയ ബന്ധമൊക്കെ മറന്നിട്ട് മക്കളെ വേറെ ഇതിലേക്ക് ഇച്ചിരി കൂടെ സാമ്പത്തികമായിട്ട് നല്ല ഇതിൽ ജീവിച്ചോട്ടെന്നും കരുതിയ അവർ അതിന് സമ്മതിക്കുകയും അതിന് മക്കളെ ഇതിൽ നിന്ന് പിന്മാറുകയും ചെയ്യുമ്പോഴത്തേക്കിന് വേറെ അപ്പോൾ ആ പഴയ സ്നേഹിച്ചിരുന്ന ആൾക്ക് ഉൾക്കൊള്ളാനാവാതെ ഇങ്ങനെയുള്ള കൊലപാതകങ്ങളൊക്കെ നടക്കുന്നു. ഇപ്പം ഒക്കെ അങ്ങനെയൊക്കെയാണ് നടക്കുന്ന വാർത്തകൾ. അങ്ങനെയൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ മകളെ മരണത്തിലേക്ക് തള്ളിവിട്ടു എന്ന് തന്നെയാണ് പറയാം ഈ മാതാപിതാക്കൾ ചെയ്തത്. ആ പയ്യൻ ഓർക്കേണ്ടതാണ്, തനിക്ക് സാമ്പത്തികമായിട്ടുള്ള കുറേ തകർച്ചകളുണ്ടായി. കാരണം ഈ പെൺകുട്ടീനെ എല്ലാം ശരിയാക്കി പുറത്ത് കൊണ്ടുവന്ന് ജോലിയൊക്കെ മേടിച്ചു കൊടുത്തപ്പോൾ തനിക്ക് ഒരുപാട് സാമ്പത്തികമായിട്ടുള്ള നഷ്ടങ്ങളൊക്കെ വന്നു കാണാം. പക്ഷേ അവൾക്ക് തന്നോട് ഒന്നിച്ച് ജീവിക്കാനാവില്ല എന്ന് മുഖത്ത് നോക്കി പറയുമ്പോൾ അങ്ങനെ ഒരാളുടെ കൂട്ടത്തിൽ ജീവിക്കേണ്ട കാര്യം വരികയില്ല. പയ്യ അത് നിന്ന് പിന്മാറുകയും തൻ്റെ മാതാപിതാക്കളെക്കുറിച്ച് ഓർക്കണമായിരുന്നു. ഈ പയ്യനും ആ കുടുംബത്തിലെ ആകെയുള്ള ഒരു ആൺതിരി എന്നാണ് പറയുന്നത്. അപ്പോൾ തൻ്റെ മാതാപിതാക്കളെ ചിന്തിക്കണമായിരുന്നു. അങ്ങനെ ചിന്തിക്കാതെ എടുത്തിയാടി കൊലപാതകത്തിലേക്ക് പോയതുകൊണ്ട് തൻ്റെ ജീവിതം കൂടെയാണ് പോയതെന്ന്. പയ്യെ വേറെ ഇതിലും നല്ല ബന്ധങ്ങൾ കിട്ടുമോ, അത് അങ്ങനെ ഒരു ബന്ധം കിട്ടുമല്ലോ, നല്ലൊരു ബന്ധം കിട്ടാതെ വരികയില്ല. അപ്പോൾ ആ മാതാപിതാക്കളുടെ സമ്മതത്തോടു കൂടി വേറെ ഒരു നല്ല ബന്ധത്തിലേക്ക് പോകണമായിരുന്നു. തന്നെ വേണ്ടാത്തവളെ വേണ്ടെന്ന് വെക്കണമായിരുന്നു. പക്ഷെ അതൊന്നും ചെയ്യാതെ ഇങ്ങനെ എടുത്തു ചാടിയുള്ള ഒരു പ്രവൃത്തി ചെയ്തപ്പോഴത്തേക്കിന് ജീവിതം പോഞ്ഞാട്ടയായി. പിന്നെ നമ്മുടെ പിന്നെ ആണാണെങ്കിലും ശരി പെണ്ണാണെങ്കിലും ശരി തേച്ചിട്ട് പോകുന്ന കുറേ പന്നകളുണ്ട്. ഒരാൾക്ക് വിവാഹ വാഗ്ദാനം കൊടുത്ത് മനസ്സ് മാറ്റി കാര്യം കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് കഴിയുമ്പം പിച്ചി ചീന്തുന്ന ആണുങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ പെണ്ണുങ്ങളും ഇപ്പം പുറകോട്ടല്ല, പെണ്ണുങ്ങളും ഉണ്ട്. തേച്ചിട്ട് പോകുന്ന പെണ്ണുങ്ങൾക്കൊക്കെ ഇങ്ങനെയുള്ള ഓരോ ഇതൊക്കെ അനുഭവിക്കേണ്ടി വരും. അതവരെ വിളിച്ചു വരുത്തുന്നതാണ്. ഒന്നെങ്കിൽ പ്രേമിക്കാതിരിക്കുക, അല്ലെങ്കിൽ ആ പ്രേമിക്കുന്ന ആളുമായിട്ട് ജീവിതം മുമ്പോട്ട് പോവുക. ഇതൊന്നും ചെയ്യാതെ ഇതുപോലെ കാണിക്കുന്ന ആളുകൾക്ക് ഒരു പാഠമായിട്ട്, പക്ഷെ പാഠം നമ്മളങ്ങനെ പല ഇതിലും പറയാൻ പറ്റും. പക്ഷെ ഇതൊന്നും എന്തോരം ഉണ്ടെങ്കിലും ചില കൂട്ടങ്ങൾ അതെല്ലാം ക്ഷണിച്ചു വരുത്തുകയാണ്. പറഞ്ഞു കൊടുത്താൽ ചെവി കൂടെ കയറുകയില്ല, അനുഭവത്തിലേ പഠിക്കുകയുള്ളൂ. അങ്ങനെയുള്ളവർക്ക് ഒരു അനുഭവ പാഠം തന്നെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അങ്ങനെയുള്ളവർ അനുഭവിച്ച് തന്നെ തീർക്കണമെന്നാണ് അഭിപ്രായം. അല്ലാതെ തേച്ചിട്ട് പോകാൻ നിൽക്കരുത്. തേച്ചിട്ട് പോകുന്നവർക്ക് ഇതൊരു പാഠം തന്നെയാണിത്.